ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനശാലക്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസജി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം തസ്സത്. നമുക്ക് ജയശ്രീ ചൈതന്യ ചൊല്ലിയിട്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ എല്ലാ ഭക്തജനങ്ങളെയും ശ്രീമദ് ചൈതന്യ ചരിതാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരബന്ധങ്ങളിൽ പ്രണമിക്കുന്നു. എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവിൻ്റെയും പാതാരബന്ധങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ജയ ശ്രീ ചൈതന്യ കീർത്തനം ചൊല്ലിയിട്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കും. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ശ്രീ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram 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 Hare. Jai Gaur Hari Bol Hari Bol Hari Bol, Nitai Gaur Hari Bol, Nitai Gaur Premanande. നമ്മളെടുക്കുന്നത് ശ്രീമദ് ചൈതന്യ ചരിതാമൃതം രണ്ടാം ഭാഗം, അധ്യായം 9, ശ്ലോകം 41. ഭക്തിയുത സേവനത്തിന്റെ കൽപ്പവൃക്ഷ. ശ്ലോകം 41. ഭാരത ഭൂമി ദേഹൈല മനുഷ്യ ജന്മയാര, ജന്മ സാർത്ഥക കരികര പര ഉപകാര. ഭാരത ഭൂമി ദേഹൈല മനുഷ്യ ജന്മയാര, ജന്മ സാർത്ഥക കരികര പര ഉപകാര. വേർഡ്സ് ഫോർ മീനിങ്. ഭാരത ഭാരതത്തിന്റെ, ഭൂമിതെ ഭൂമിയിൽ, ഹൈല ആയിത്തീരുന്നു, മനുഷ്യൻ, ജന്മ ജനനം, യാര ഏതൊരുവനും, ജന്മ അത്തരം ഒരു ജനനം, സാർത്ഥക സഫലമാക്കി, കരി ചെയ്യുക, കര ചെയ്യുക, പര മറ്റുള്ളവർ, ഉപകാരം വർത്തനം. ഭാരതഭൂമിയിൽ മനുഷ്യജന്മം ലഭിക്കുന്നവർ ആരെല്ലാമാണോ അവരെല്ലാം സ്വന്തം ജീവിതം സഫലമാക്കുകയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും വേണം. ഇതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പൊ നമ്മള് ഭാരതഭൂമിയിൽ ജനിക്കുന്ന ഓരോരുത്തരുടെയും കർത്തവ്യത്തെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഹരേ. ഭാവാർത്ഥത്തിൽ ചൈതന്യ ഇതിൽ പറയുന്നത്, പ്രഭുപാദ പറയുന്നത്, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാമനസ്കത വളരെ പ്രധാനപ്പെട്ട ഈ ശ്ലോകത്തിൽ പ്രകടിപ്പിക്കുന്നു. അവിടുന്ന് ബംഗാളിൽ
താൻ ജനിച്ചതെങ്കിലും അതിനാൽ തന്നെ ബംഗാളികൾക്ക് അവിടുന്ന് പ്രത്യേക കർത്തവ്യമുണ്ടെങ്കിലും മഹാപ്രഭു ബംഗാളി മാത്രമല്ല, മറ്റ് മുഴുവൻ ഭാരതവാസികളെയുമാണ് സംബോധന ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മാനവ സംസ്കാരത്തിന്റെ വികാസം പ്രാപിക്കാൻ കഴിയുന്നത് ഈ ഭാരതവർഷത്തിലാണ്. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യജന്മം എന്ന് പറഞ്ഞ എന്താണ്? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് മനുഷ്യജന്മം. നമുക്കറിയാം 84 ലക്ഷം ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതില് ഏറ്റവും എന്താണ് ബുദ്ധി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, ബുദ്ധി വികസിച്ച മൃഗമാണ് മനുഷ്യൻ. ഹ്യൂമൻ ബീയിങ് ഈസ് എ റാഷണൽ അനിമൽ എന്നാണ് പറയുന്നത്, അല്ലേ? സംസ്കാരം ഉള്ള ഒരു മൃഗമാണ് മനുഷ്യൻ എന്നാണ് നമ്മുടെ ജനറലായിട്ടുള്ള ഒരു വെയ്പ്പ് പോലും. ഇതില് പിന്നെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്, അതായത് മനുഷ്യജന്മം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിനുള്ള അവസാന അവസരമാണ്. ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അവസാന ചാൻസ് ആണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. ആ മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് നമ്മളാരാണെന്നും ഭഗവാൻ ആരാണെന്നും നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ആ സേവനത്തിൽ കൂടി മനുഷ്യജന്മത്തിന്റെ എന്താണ് ആത്യന്തിക ലക്ഷ്യം സഫലീകരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് മനുഷ്യജന്മത്തിൽ ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പൊ അത് ആദ്യം നമ്മൾ അതിനെപ്പറ്റി ബോധവാനായിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശ്രീമദ് ഭാഗവതമായാലും ശരി, ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നത് ഒക്കെ കാര്യങ്ങൾ തന്നെ നമ്മൾ എന്താണ്, ഈ മനുഷ്യജന്മം ധന്യമാക്കാൻ വേണ്ടിയാണ്, അല്ലെ എൻ്റെ ഉദ്ദേശം സഫലമാക്കുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം. അത് ഇതില് പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താണ്, മനുഷ്യൻ നമ്മൾ മാത്രം ഇത് ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, പരോപകാരം, മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്രദമായ രീതിയിൽ നമ്മളത് ചെയ്യണം. അപ്പൊ അതാണ് പരോപകാരം എന്ന് പറയുന്നത്. അപ്പൊ അതില് ഏറ്റവും അനുകൂല സാഹചര്യം മനുഷ്യജന്മം തന്നെ അത് നമുക്ക് ഒരു വലിയ എന്താണ് ഒരു ദുർലഭ മനുഷ്യജന്മം. ദുർലഭമായിട്ട് കിട്ടുന്ന ഒരു ജന്മമാണ് മനുഷ്യജന്മം. മാത്രമല്ല അത് ഭാരതഭൂമിയിൽ കിട്ടിയാൽ അത് നമുക്ക് എന്താണ്, നമ്മുടെ മുൻജന്മ ഋഷിമാരുടെയും ഭക്തന്മാരുടെയും ഒക്കെ കാരുണ്യം ഉള്ള പുണ്യഭൂമിയാണ് ഭാരതഭൂമി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഭാരതഭൂമിയിൽ മനുഷ്യജന്മം കിട്ടുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു എന്താണ് സ്ഥലമാണ് ഭാരതഭൂമി. അപ്പൊ അങ്ങനെ ആ ഭാരതഭൂമിയിൽ ജനിക്കുന്നവരുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ഇപ്പൊ എന്താണ്, നമ്മൾ ഈ മനുഷ്യജന്മം സഫലമാക്കുക, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുക, മാത്രമല്ല മറ്റുള്ളവരെയും അതിനെ പ്രേരിപ്പിക്കുക. അതാണ് പരോപകാരം എന്ന് പറയുന്നത്. ഏറ്റവും ക്ഷേമപ്രവർത്തനം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരെ കൂടി കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരികയും അവരെയും കൃഷ്ണാവബോധത്തിൽ കൂടി ഭഗവാൻ സന്നിധിയിലേക്ക്, അതായത് നമ്മൾ ഗോയിങ് ബാക്ക് ടു ഗോഡ്. എപ്പോഴും പ്രഭുപാദ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു വാക്ക്, പറയുന്നത്. അതിനു വേണ്ടിയാണ് ഭഗവാൻ തന്നെ സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു അവതരിച്ചതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. അദ്ദേഹം ബംഗാളിലാണ് ജനിച്ചെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ആ അവതാര ഉദ്ദേശം എന്താണ്, അദ്ദേഹം ബംഗാളിൽ ജനിച്ചു, നവദ്വീപിൽ ഇത് അദ്ദേഹം തുടങ്ങി. മാത്രമല്ല പതുക്കെ എന്താണ് ഭാരതത്തിൽ ഉടനീളം അദ്ദേഹം അങ്ങ് വടക്ക് കിഴക്ക് നമ്മുടെ ജഗന്നാഥ്പുരിയിൽ തുടങ്ങി കന്യാകുമാരി വരെ അദ്ദേഹം നടന്ന് ഈ കൃഷ്ണാബോധം പ്രചരിപ്പിച്ചു. നമുക്ക് നാമസങ്കീർത്തനം ചെയ്യുകയും അതുപോലെ തന്നെ ഭഗവാന്റെ ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ പാത അദ്ദേഹം നടന്ന് സ്വയം അത് തൻ്റെ അനുയായികളോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ ഭഗവാൻ തന്നെ സ്വയം അത് ഏറ്റെടുക്കുകയും ചെയ്യും. ബംഗാളിൽ അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിനും മറ്റുള്ള അദ്ദേഹത്തിന്റെ ശിക്ഷഗണങ്ങൾക്കും അത് ചെയ്യാനുള്ള ചുമതല കൊടുത്തു. അതുപോലെ തന്നെ ജഗന്നാഥ്പുരിയിൽ അദ്ദേഹം സ്വയം അവിടെ ചെന്ന് അത് പ്രചരിപ്പിച്ചു. അതിനുശേഷം ദക്ഷിണേന്ത്യയിൽ ഭഗവാൻ സ്വയം തന്നെയാണ് നടന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ അതാണ് അതിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കണം നമ്മളും
ആത്മസാക്ഷാത്കാരത്തിന്റെ പാത പിന്തുടരുന്നതാണ് ഈ ശ്ലോകത്തിൽ പ്രത്യേകം പറയുന്നത്. അപ്പൊ അതിനുള്ള ഏറ്റവും അനുകൂല സാഹചര്യം ഭാരതത്തിലുണ്ട്. കാരണം ഭാരതം പണ്ട് മുതൽക്കേ നമ്മുടെ എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിച്ചിട്ടുള്ള പുണ്യഭൂമിയാണ് ഭാരതഭൂമി എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് ഹിമാലയം പോലുള്ള വനപ്രദേശങ്ങളും ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പുണ്യഭൂമികളാണ്. നമ്മൾ മധുര, വൃന്ദാവനം, ജഗന്നാഥ്പുരി, അതുപോലെ തന്നെ വാരണാസി, അങ്ങനെ ഭാരതത്തിലെ എത്രയോ പുണ്യ സ്ഥലങ്ങൾ നമ്മൾ ഹരിദ്വാർ, പ്രയാഗ, ഇപ്പൊ നമ്മൾ നടക്കുന്ന ഈ കുംഭമേളയൊക്കെ നടക്കുന്ന ഹരിദ്വാർ, ഇത് എന്താണ് യു പി ഒക്കെ വളരെ വളരെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഈ ഭാരത സംസ്കാരം നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സാക്ഷാത്കാരത്തിന്റെ പാത പിന്തുടരുന്ന പൈതൃകമാണ് ഭാരതഭൂമിയിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഭാരതഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യജീവിക്കും, മനുഷ്യ ജന്മത്തിനും അതിൻ്റെ പ്രത്യേക കർത്തവ്യമുണ്ട്. അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും ക്ഷേമപ്രദ പ്രവർത്തനമാണ് കൃഷ്ണാമോദം ഉൾക്കൊള്ള. അത് ആത്മസാക്ഷാത്കാരത്തിന്റെ പാത അത് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കടമ. അതാണ് പരോ ഉപകാര എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുക, മറ്റുള്ളവർക്ക് പ്രദമാകുന്ന രീതിയിൽ അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. അതാണ് ഈ ശ്ലോകത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. കാരണം നമുക്കറിയാം, മനുഷ്യജന്മം നമുക്ക് തന്നിരിക്കുന്നത് ഭഗവാൻ എന്തിനാണ്? നമുക്ക് ഈ ഒരു ജന്മത്തിൽ മാത്രമേ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകൂ. അതിന് നമ്മുടെ ജന്മത്തിന് തൊട്ട് താഴെ നിൽക്കുന്നതാണ് മൃഗജന്മം. മൃഗങ്ങൾക്കൊന്നും ഭഗവാനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ശക്തിയൊന്നുമില്ല അവർക്ക്, അല്ലെങ്കിൽ അവരുടെ അവബോധം ആ രീതിയിൽ വികസിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യന് എന്താണ് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അവബോധമാണ് മനുഷ്യനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യന് നമ്മൾ വിവേകിയായിട്ടുള്ള മൃഗം എന്ന് പറയുന്നത്. വിവേകിയായിട്ടുള്ള മൃഗം എന്നാണ് പറയുന്നത് ഭഗവാൻ പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിവേകിയായിട്ടുള്ള മൃഗമാണ്. അതായത് വിവേകം കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള അവബോധം ഭഗവാൻ മനുഷ്യന് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യജന്മം എന്ന് പറഞ്ഞൊരു ടേണിംഗ് പോയിന്റാണ്. ഇത് ടേണിംഗ് പോയിന്റാണ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഭഗവാനിലേക്കും പോവാം, അതുപോലെ തന്നെ നമ്മളെക്കാൾ താഴെ നിൽക്കുന്ന ജന്മത്തിലേക്കും പോകാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യജന്മം എന്ന് പറഞ്ഞൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പറയുന്നത് എന്താണ്? മന ഏവാ മനുഷ്യാനാം ബദ്ധയ മോക്ഷയെ. അതായത് മനുഷ്യന്റെ മനസ്സാണ്. നമ്മൾ ഈ വിവേകം അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ മനസ്സിനെ ചിട്ടപ്പെടുത്തി ട്രെയിൻ ചെയ്ത് നമ്മൾ ആ രീതിയിൽ അതിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ ആ രീതിയിൽ അതിനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സ് നമ്മുടെ സുഹൃത്തായിട്ട് വരും. നമുക്ക് ഒരുപാട് ബദ്ധാത്മാക്കളെ ഉദ്ധരിക്കാനും മാത്രമല്ല നമുക്കും ഈശ്വര ആത്മസാക്ഷാത്കാരത്തിൽ വളരെ ഉന്നതി പ്രാപിക്കാനും മറ്റുള്ള ആൾക്കാരെയും അതിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അതാണ് മന ഏവ മനുഷ്യാനാം ബദ്ധയാ മോക്ഷം. അപ്പൊ മനുഷ്യന്റെ മനസ്സാണ് ഈ കാര്യങ്ങൾ വിവേകബുദ്ധി അനുസരിച്ച് നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ ഉദ്ധാരണവും അതുപോലെ തന്നെ അധപതനവും ഒക്കെ ഇതിലെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ബദ്ധയാ വിഷയാസംഖ്യേ. നമ്മൾ ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ മുഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും അധമലോകങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അത് മാത്രമല്ല, അതേ ഇന്ദ്രിയങ്ങൾ, ആ മനസ്സ് തന്നെ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് തിരിച്ചുവിടുവാണെങ്കിൽ അത് നമ്മുടെ നിർവിഗ്രഹം മനഃ. അങ്ങനെ അതേ മനസ്സിനെ, നമ്മുടെ ഭൗതിക സുഖഭാവങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് നമ്മൾ വിടുകയാണെന്നുണ്ടെങ്കിൽ അത് മോക്ഷത്തിന്റെ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാപ്തിയിലേക്കും അതിന് സാധിക്കും. അതാണ് മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു മനുഷ്യന്റെ വിവേകം, അദ്ദേഹം സഹകരിക്കുന്ന ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മീയ ജ്ഞാനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മളത്
വിവേക ബുദ്ധിയാൽ ചിന്തിച്ച് നമ്മൾ നമ്മുടെ ഉപകാരത്തിനും മറ്റുള്ളവരുടെ ഉപകാരത്തിനും വേണ്ടി വിനിയോഗിക്കണം. അതാണ് ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതല്ല അപരിഷ്കൃതമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കൃഷ്ണാബോധത്തിൽ 4 പ്രധാന കാര്യങ്ങളാണ് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ്? 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ നമ്മൾ പറയും ഇല്ലേ? 4 കാര്യങ്ങൾ നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് നിൽക്കുന്നത് എന്താണ്? നമ്മൾ മദ്യം ഉപയോഗിക്കുക, അതുപോലെ മാംസാഹാരം ഉപയോഗിക്കുക, അവിഹിതമായിട്ടുള്ള വ്യഭിചാരങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെന്താണ് ചൂതുകളി, ഗാംബ്ലിങ്, ഇങ്ങനെ 4 കാര്യങ്ങൾ ഒരാളിനെ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ വിഘ്നങ്ങളായിട്ട് നിൽക്കുന്ന 4 നെടുംതൂണുകളാണ് ഈ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇല്ലിസിറ്റ് സെക്സ്, അതുപോലെ തന്നെ എന്താണ് ഇൻടോക്സിക്കേഷൻ, ഇല്ലിസിറ്റ് സെക്സ്, അതുപോലെ തന്നെ ഗാംബ്ലിങ്. ഈ 4 കാര്യങ്ങൾ ഒരാളുടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ നെടും തൂണുകളാണ്, വിഘ്നങ്ങളാണ്. അപ്പൊ അതിനെ അതിജീവിക്കാം. അതിന് എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് സംസ്കാര സമ്പന്നമായ ഒരു പരിഷ്കൃതമായിട്ടുള്ള ജീവിതരീതിയാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ ഭാരതത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് ഭാരതത്തിൽ തുടക്കം കുറിച്ചാണ്. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഭാരതത്തിലേക്ക് വന്നിരുന്നത്. നമ്മൾ ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു വിളനിലമായിരുന്നു ഭാരതം. മറ്റുള്ള രാജ്യത്തിലുള്ള ആൾക്കാരൊക്കെ ഭാരതത്തിൽ വന്നാണ് ഈ പരിഷ്കൃതമായിട്ടുള്ള നമ്മളിവിടെ സംസ്കാരമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരൊക്കെ പണ്ട് മുതലേ ഈ ഇന്ത്യയിൽ വന്ന് ഇതൊക്കെ നേടാൻ ഇന്ത്യയിൽ വന്ന ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഈ ശ്ലോകത്തിൽ കൂടി നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് നമ്മൾ കൃഷ്ണാബോധ് ഉൾക്കൊള്ളുക മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മുടെ കർത്തവ്യം. പരോപകാരം എന്ന് പറയുന്നത് ശരിക്കുമുള്ള പരോപകാരം, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. നമ്മൾ ശരിക്കും പറയുന്നത് അതാണ്. നമ്മൾ സ്വയം രക്ഷിക്കുക മാത്രമല്ല മറ്റുള്ളവരെയും രക്ഷിക്കുക. അതാണ് ഈ ഇന്നത്തെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ കൃഷ്ണാബോധത്തിൽ ആദ്യം നമ്മൾ നിരതരാകുക, അതിൽ പരിപൂർണത നേടുക, ഒപ്പം തന്നെ മറ്റുള്ളവരെയും നമ്മൾ ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അപ്പൊ അതാണ് നമുക്ക് ഈ ഭാരതഭൂമിയിൽ ജനിച്ച എല്ലാവരുടെയും ഒരു പ്രൈം മോസ്റ്റ് ആയിട്ടുള്ള ഒരു കർത്തവ്യമാണ്, ഡ്യൂട്ടിയാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. എല്ലാവരും നമ്മൾ ഈ കർത്തവ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് പ്രഭുപാദ പറയുന്നത്, അവര് കൃഷ്ണാബോധം പ്രഭുപാദയൊക്കെ അമേരിക്കയിൽ ചെന്ന് തുടങ്ങിയപ്പോൾ അവിടുത്തെ യങ്ങസ്റ്റ് അവരൊക്കെ വളരെ താല്പര്യരായിരുന്നു. അവരൊക്കെ വളരെ എന്തൂസിയസ്റ്റിക്കലായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവർ സഹകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് വളരെ പെട്ടെന്ന് തന്നെ പ്രചരിച്ചു. ഇന്നവരെ കാണാത്ത ഒരു മാറ്റമാണ് അവരിൽ കണ്ടത്. അവർ വളരെ വേഗം ഇത് സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും മറ്റുള്ള രാജ്യങ്ങളിൽ പോയി അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ഭാരതത്തിൽ വന്ന് അത് പഠിക്കുകയും അങ്ങനെയൊക്കെ അവർ ചെയ്തു. യൂറോപ്യൻസ് എല്ലാം പ്രഭുപാദയുടെ ഏറ്റവും പ്രിയപ്പെട്ടത് ശിഷ്യനായിരുന്നു ഹോളിനസ് ജയപതാക സ്വാമി മഹാരാജ്. സോ അദ്ദേഹം എത്രയോ വർഷം മായാപ്പൂരിൽ വന്ന് താമസിച്ച് ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ആ മായാപ്പൂർ ധാമമൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്തത് പ്രഭുപാദയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ജയപതാക സ്വാമി മഹാരാജാണ്. അപ്പൊ അങ്ങനെ വിദേശികളായിട്ടുള്ള അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന, യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലത്താണ് കൃഷ്ണാബോധത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് ഇതിൽ ആകർഷിക്കപ്പെടുകയും അവരിത് വളരെ സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളുകയും മാത്രമല്ല അദ്ദേഹം 70,000 ആൾക്കാരിൽ കൂടുതൽ ആൾക്കാർക്ക് ശിഷ്യത്വം കൊടുക്കുകയും അങ്ങനെ ലോകമെമ്പാടും അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഇതായിരിക്കണം ഓരോരുത്തരുടെ കർത്തവ്യം. സോ എക്സാക്ട്ലി നമ്മൾ അവരെയൊക്കെ എക്സാമ്പിളായിട്ട് നമ്മുടെ മാതൃകയായി കണ്ട് നമ്മളും ആ രീതിയിൽ പ്രവർത്തിക്കണം. നമ്മളും കൃഷ്ണബോധം പ്രചരിപ്പിക്കണം.
ഞങ്ങളൊക്കെ ഗൾഫിലുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഇതിൽ വരുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. പക്ഷെ അത് കാലക്രമത്തിൽ എത്രയോ അതിൻ്റെയൊക്കെ 10, 100, 1000 ഇരട്ടി ആൾക്കാരൊക്കെ വരും. ആദ്യം തുടങ്ങിയ സമയത്ത് 10, 15, 20 പേർക്ക് 20 ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു കൃഷ്ണാപൂഹത്തിൽ മസ്കറ്റിലൊക്കെ. അത് പിന്നെ ഞങ്ങൾ ഒരു 10, 15 വർഷം കഴിയുമ്പോൾ ഒരു 10, 15,000 നമ്മുടെ രഥയാത്രയ്ക്ക് 10, 15,000 ആൾക്കാർ, 15,000 ആൾക്കാർ വരെ രഥയാത്രയിൽ വരികയും പ്രസാദം സ്വീകരിക്കുകയും രഥയാത്രയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും പ്രീച്ചിങ്. അതുകൊണ്ടാണ് പ്രഭുപാദ് പറഞ്ഞ, അതായത് ഈ മരുഭൂമിയിൽ പ്രചരിപ്പിക്കുന്നത് ഭക്തന്മാർക്ക് പ്രഭുപാദയുടെ സ്പെഷ്യൽ കാരുണ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ബോട്ടം ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ എവിടെ താമസിച്ചാലും അവിടെ അടുത്തുള്ള ആൾക്കാർക്കും ഭക്തന്മാർക്കും ഇത് പറഞ്ഞു കൊടുത്ത് നമ്മൾ അവരെയും സത്സംഗത്തിൽ കൊണ്ടുവന്ന് അവരെയും നമ്മൾ കൃഷ്ണാബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അതാണ് ഏറ്റവും വലിയ, ഭഗവാന്റെ ഏറ്റവും കൂടുതൽ കാരുണ്യം എന്താണ് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി. അത് തന്നെയാണ്. ഭഗവത്ഗീതയിലും ഭഗവാൻ 68ാമത്തെ ശ്ലോകത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. യാ ഇതം പരമം ഗൂഹ്യം മത്ഭക്തേനാവി നാശതി മൈ ഭക്തി മയും കൃത്വ മാമേ വൈശ്യസ്യ സംശയ. അതിൽ പറയുന്നത് എന്താണ്? എൻ്റെ ഈ സന്ദേശം മറ്റുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കുന്നത് എന്താണ്? അവനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത്. അവൻ എന്താണ് കിട്ടുന്നത്? മൈ ഭക്വാം, ഭക്തി മയും കൃത്വം, എൻ്റെ ഭക്തി അവർക്ക് കിട്ടും. മാത്രമല്ല മാമി വൈശ്യസ്യ സംശയ, എൻ്റെ ഭക്തി അവന് ഉറപ്പാണ്. മാത്രമല്ല അവൻ എന്നിലേക്ക് വരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഭഗവാൻ പറയുന്നത് ഇത് ഈ ശ്ലോകത്തിൽ അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോടും പറയുന്നത്. ആദ്യം നമ്മൾ ഭക്തനാകുക, ഭഗവാന്റെ സന്ദേശങ്ങൾ മറ്റുള്ള ഭക്തന്മാർക്ക് പകർന്നു കൊടുക്കുകയാണ്. അത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവാന്റെ ഭക്തി ഉറപ്പാണ്. മാത്രമല്ല ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു എന്നുള്ളതിന് ഒരു സംശയവും. ആ ശ്ലോകം തന്നെയാണ് ഇവിടെ സ്ഥിരീകരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഏതാവജ്ഞാസാഫല്യം ദേഹിനാം ഇഹ ദേഹിഷു പ്രാണേർ അർത്ഥേർ ധിയാ വാച ശ്രേയ ആചരണം സദാ. സ്വന്തം ജീവനും ധനവും ബുദ്ധിയും വാക്കുകളും കൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഓരോ മനുഷ്യജീവിയുടെയും ധർമ്മമാണ്. ശ്രീമദ് ഭാഗവത്തിൽ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഏതവത് ജന്മ സാഫല്യം, ഒരു മനുഷ്യ ജന്മത്തിന്റെ സാഫല്യം എന്ന് പറയുന്നത് എന്താണ്? ദേഹിനം ഇഹ ദേഹിഷു, ഈ ലോകത്തിൽ ഭൗതിക ലോകത്തിൽ ഉള്ള ഒരുവന്റെ ഏറ്റവും എന്താണ് ജന്മസാഫല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണേർ അർത്ഥേർ ധിയാ വാച, അതായത് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഓരോ മനുഷ്യജീവിയുടെയും ധർമ്മമാണ്. ഓരോ ജീവനും ധനവും ബുദ്ധിയും വാക്കുകളും കൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് മനുഷ്യന് ചെയ്യുന്നത്. മനുഷ്യ ജന്മത്തിന്റെ സാഫല്യത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ധനം ഈ പറഞ്ഞതാണ്. ഏത്? ജീവനും ധനവും. നമ്മുടെ ജീവനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്വത്തുക്കളും എല്ലാ വാക്കുകളും ഒക്കെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഋഷിവര്യന്മാരെല്ലാം അതാണ്. അവർക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്തിരുന്നുള്ളൂ. നഗ്നത മാത്രം മറച്ചുകൊണ്ട്, അത്രമാത്രം ത്യജിച്ചുകൊണ്ട്, അവരുടെ ഭൗതിക സുഖങ്ങൾ ത്യജിച്ചുകൊണ്ട് അവർ ആത്മസാക്ഷാത്കാരത്തിൽ മുഴുകിയ ആൾക്കാരാണ് നമ്മുടെ ആചാര്യന്മാരെന്ന് പറയുന്നത്. ഏറ്റവും മിനിമം വേറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിന് സമർപ്പിച്ച നമ്മുടെ പുണ്യാത്മാക്കളായിരുന്നു നമ്മുടെ പൂർവികരെല്ലാം, ഋഷിവര്യന്മാരും. അതുകൊണ്ടാണ് അവർ അന്ന് പറഞ്ഞെന്താ ലോകാസമസ്ത സുഖിനോപവം. അവരന്നേ പറഞ്ഞിരുന്നു എന്താണ്? ലോകാസമസ്ത സുഖിനോ, ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടും സുഖത്തോടും ഭവിക്കട്ടെ എന്നാണ് അവരെല്ലാം ആശീർവദിച്ചത്. അവരെല്ലാം ബ്ലെസ് ചെയ്തവരാണ്. അതാണ് നമ്മുടെ ലോകം തന്നെ രണ്ടു കൈകളും നീട്ടി സ്വീകരിച്ച ഒരു ഭാരതത്തിന്റെ ഒരു സന്ദേശമായിരുന്നു അത്. ലോക സമസ്ത സുഖിനവും. മാത്രമല്ല ഉദ്ദിഷ്ടത ജാഗ്രത പ്രാപ്യവരോൻ ഭവാൻ. മാത്രമല്ല ഇതെല്ലാം നിങ്ങൾ ഉദ്ദിഷ്ടത, നിങ്ങൾ ഉണരുക.
നമ്മുടെ ഈ ബദ്ധാത്മാക്കളോട് പറയാണ്, എല്ലാവരോടും പറയാണ് എന്താണ്, നിങ്ങൾ ഉണരുക, ഉറങ്ങരുത്, ഉണരുക, ഉദ്ദേശിത ജാഗ്രത. അതുപോലെ തന്നെ ബി കെയർഫുൾ, യു ഗെറ്റ് അപ്പ്, ബി കെയർഫുൾ. എന്താണ്? പ്രാപ്യവരവും ഭവാൻ. അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരം പ്രാപിക്കാൻ നിങ്ങൾ നിരന്തരം പ്രയത്നിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷിവര്യന്മാർ നമുക്ക് തന്നിട്ടുള്ള സന്ദേശം, ആപ്തവാക്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോഴും അതിൻ്റെ വില ഓരോ എന്താണ് ഭക്തന്മാർക്കും അതിൻ്റെ വില മനസ്സിലാക്കുന്നത്. ലോകം തന്നെ ഭാരതത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ എത്രയോ രാജ്യങ്ങളാണ് മുന്നിലേക്ക് വന്നത്. 200 മൊത്തം 300 രാജ്യങ്ങൾ ഭാരതത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത് ഈ നൂറ്റാണ്ടിൽ പോലും. അതാണ് ഭാരത സംസ്കാരത്തിന്റെ, അല്ലെങ്കിൽ ഭാരത ഭൂമിയുടെ സംസ്കാരം, ഭാരതത്തിന്റെ സംസ്കാരം, നമ്മുടെ എന്താണ് സംസ്കാര സമ്പന്നതയൊക്കെയാണ് ഇത് എടുത്തു കാട്ടുന്നത്. എല്ലാവരും ഭാരതത്തെ അനുകരിക്കാനാണ്, സ്വീകരിക്കാനാണ് എല്ലാവർക്കും ലോക രാജ്യങ്ങൾക്ക് താല്പര്യം. അപ്പൊ അതാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ അനുകൂലമാണ്. ആത്മസാക്ഷാത്കാരത്തിന് എവിടെയും ഒരു കുറവില്ല. നമ്മൾ നോക്കിയപ്പം യു.പിയിൽ തന്നെ കുംഭമേള നടക്കുന്നത് എത്രയോ 42-45 ലക്ഷം 45 കോടി ആൾക്കാർ വരുന്നെന്നാണ് പറയുന്നത്. ലോകത്ത് എവിടാണ് ഇങ്ങനെ ഒരു മേള നടക്കുന്നത്? കാരണം ആ പുണ്യ ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു വേദിയാണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. എത്രയോ പുണ്യാത്മാക്കളാണ് അന്ന് ഈ പുണ്യ നദികളിൽ വന്ന് കുളിച്ച ഒരു ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു ചടങ്ങാണ്. ഇതെല്ലാം നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു വലിയ വേദിയാണ് ഈ കുംഭമേള എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഋഷിവര്യന്മാരും അന്ന് ആ പ്രൊസഷനിൽ പങ്കെടുക്കുകയും അവർ ഗംഗാസ്നാനം ചെയ്യുകയും അങ്ങനെ ആ അങ്ങനെയുള്ള പുണ്യനദികൾ, അത് പുണ്യനദികൾ തന്നെ ഒരു പുണ്യമാണ് അതിൽ കുളിക്കുന്നതും. മാത്രമല്ല ഇങ്ങനെയുള്ള പുണ്യാത്മാക്കളുടെ ഒരു എന്താണ് സ്നാനവേദിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ഒരു ആത്മസാക്ഷാത്കാരം ഒരുപാട് മാറ്റിക്കൂട്ടുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിൽ പോലും ലോകത്തിൽ ഒരു രാജ്യത്തിനും ചെയ്യാൻ പറ്റാത്ത കാര്യം ഭാരതം ഇപ്പോഴും ചെയ്യുന്നു. 45 കോടി ആൾക്കാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വന്ന് എത്തിച്ചേരുകയും ഇങ്ങനെയുള്ളൊരു എന്താണ് ഒരു വൈദിക സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും അതിൽ എന്താണ് ആകാൻ സാധിക്കുന്നതും അതൊക്കെ അതുപോലെ ഭാരതത്തിന്റെ സംസ്കാരം ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതൊക്കെ ഒരു വലിയ വലിയ പുണ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അടുത്ത ശ്ലോകത്തിൽ അത് പറയുന്നത്, സ്വന്തം ജീവനും ധനവും ബുദ്ധിയും വാക്കുകൾ കൊണ്ടും മറ്റുള്ളവരുടെ ക്ഷേമത്തിനാണ് പ്രവർത്തിക്കുന്നത് ഓരോ മനുഷ്യ ജീവിയുടെയും ധർമ്മമാണ്. എന്നാൽ ഭാരതത്തിൽ വന്ന ഇത് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കിത് കാണാം. ഇപ്പം തന്നെ ഓച്ചറയിലൊക്കെ നമ്മൾ 12 നമ്മൾ ഈ വൃശ്ചികമാസം തുടങ്ങുമ്പോൾ 12 ദിവസം എത്രയോ ജനങ്ങളാണ് അവിടെ വരുന്നത്. ജാതി മത ഭേദമന്യേ എത്രയോ ആൾക്കാരാണ് അവിടെ വന്ന് 12 ദിവസം അവിടെ ചെറിയ കുടിലുകളിലൊക്കെ താമസിച്ച് ഈ 12 ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ അവിടെ എന്താണ് ഈ ക്ഷേത്ര ദർശനം, അവിടെ പുണ്യ ഈ അവിടെ രാവിലെ മുതൽ ഈ 12 ദിവസവും ആത്മസാക്ഷാത്കാരത്തിന്റെ വേദിയാണ്. രാവിലെ മുതൽ എന്താണ് ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ വിവിധ രീതിയിലുള്ള മറ്റുള്ള മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, മാത്രമല്ല അവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും അവിടെ പ്രസാദവും ഒക്കെ നടക്കുന്നുണ്ട്. എത്രയോ 10,000-കണക്കിന് ആൾക്കാരാണ് ഈ 12 ദിവസം ഓരോ ദിവസം വരുന്നത്. 12 ദിവസം എത്രയോ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ആത്മസാക്ഷാത്കാരത്തിൽ. നമ്മൾ തൊട്ടടുത്തുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അതുപോലെ ശബരിമലയിൽ എത്രയോ ആൾക്കാരാണ്, ഏതെല്ലാം സ്റ്റേറ്റിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ 41 ദിവസത്തെ ആചാരമാണ് ഇതെല്ലാം. ഇതെല്ലാം എന്താണ് ഒരാളെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ദുർമാർഗങ്ങളിൽ നിന്നൊക്കെ ഒരാളെ സന്മാർഗങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള വഴികളാണ്. 41 ദിവസം ഒരു വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് സാക്ഷാൽ ശബരിമലയിൽ പോയി അയ്യപ്പന്റെ ദർശനമൊക്കെ എടുത്തു വരുമ്പോൾ അവർ പുതിയൊരാൾ എന്താണ് ഒരു അയ്യപ്പനായിട്ട് മാറുകയാണ്. അതൊക്കെയാണ് അതിൻ്റെ പൈതൃകം എന്ന് പറയുന്നത്. ഇത് ഭാരതത്തിൽ നടക്കുന്ന ഒരു കാര്യം, ഭാരതത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്.
അതുകൊണ്ടാണ് അനേകം യൂറോപ്യൻ ആൾക്കാരെ ഇതൊക്കെ ആകർഷിക്കുന്നുണ്ട്. കാരണം അവരുടെ രാജ്യത്തൊന്നും കിട്ടാത്ത ഈ ഒരു സുഹൃതം അവരിന്നേ വരെ അനുഭവിക്കാത്ത ഒരു ആത്യന്തിക സുഖം. അവർക്ക് ഇഷ്ടം പോലെ സമ്പത്തും പൈസയും മറ്റുള്ള ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ആത്മീയ നിർവൃതി, ഇങ്ങനെയുള്ള ആത്മീയ നിർവൃതി അവർ ഇന്നേ വരെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളിലും കൂടുതലും ഇപ്പം വിദേശികളാണ് അവർ. ഇപ്പം മാതാ അമൃത വള്ളിക്കാവിലുള്ള കരുനാഗപ്പള്ളിയിലുള്ള അവിടെയൊക്കെ എത്രയോ വിദേശികളാണ് വരുന്നത്. കാരണം അവർക്ക് ഇതേവരെ അവരെ അനുഭവിക്കാത്ത ഒരു അനുഭൂതിയാണ് ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ കുംഭമേളയിൽ തന്നെ നോക്കി എത്രയോ കോടാനുകോടി ആൾക്കാരാണ്. ഓരോ ദിവസവും 4ഉം 5ഉം കോടി ആൾക്കാരാണ് വരുന്നത്. അങ്ങനെ ഒരു മാസത്തിലേറെ മൊത്തം 45 കോടി ആൾക്കാർ മിനിമം വരുമെന്നാണ് എക്സ്പെക്ടേഷൻ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഈ ഭാരത സംസ്കാരം, അതിന്റെ പൈതൃകമൊക്കെ മറ്റുള്ള രാജ്യങ്ങളെയും അവിടെയുള്ള ആൾക്കാരിലെയും ഒക്കെ ഇത് എത്രയോ അധികം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വിവരണം കൂടിയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ശരിക്കുള്ള പരോപകാരം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തേക്കും മറ്റുള്ള വിദേശികളെയൊക്കെ സ്വീകരിച്ച് അവർക്കും ഈ പൈതൃകം നമ്മൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ, അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകം തന്നെയാണ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പം 2 തരത്തിലുള്ള പ്രവർത്തികളുണ്ട്. ശ്രേയസ് അഥവാ ആത്യന്തികമായിട്ടുള്ള നന്മയ്ക്കുള്ള മംഗളകരമായ കർമ്മം. ശ്രേയസ്, അതാണ് നമ്മൾ ശ്രേയസ് എന്ന് പറയുന്നത്. ആത്യന്തികമായിട്ട് നിൽക്കുന്ന ആ ഒരു മംഗളകരമായ കാര്യം, അതാണ് നമ്മുടെ ആത്യന്തിക പ്രവൃത്തിയാണ് ആധ്യാത്മികമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അല്ലെ, കൃഷ്ണാബോധ പ്രവർത്തനങ്ങളെല്ലാം ഈ ആത്യന്തികമായിട്ടുള്ള നമുക്ക് ശ്രേയസ് തരുന്ന ഒരു കാര്യമാണത്. മറ്റേത് വേറെ എന്ന് പറയുന്നത്, അതിന് നമ്മൾ ശ്രേയസ് എന്ന് പറയാൻ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രേയസ് എന്ന് പറയുന്നത്. അത് താൽക്കാലികമായിട്ടുള്ള സുഖം തരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂറോപ്യൻ കൺട്രീസ്, വെസ്റ്റേൺ ജീവിത രീതി എന്ന് പറയും. അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കുറച്ചു നേരത്തേക്കുള്ള അവരുടെ ജീവിത രീതിയായാലും വിവാഹ ചടങ്ങുകളായാലും പ്രവൃത്തികളായാലും എല്ലാം എന്താണ്, പെട്ടെന്ന് മാറ്റപ്പെടുന്നതാണ്. അപ്പൊ അതിന് പ്രേയസ് എന്ന് പറയും. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രവൃത്തികളെല്ലാം എന്താണ്, അത് നമുക്ക് തുടക്കത്തിൽ ഒരു സന്തോഷം തരും, പക്ഷെ അത് പെട്ടെന്ന് മാറുകയും ചെയ്യും. പക്ഷെ ശരിക്കും ആത്യന്തികമായിട്ടുള്ള ശ്രേയസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പരോപകാരമായിട്ടുള്ള നമ്മൾ ആത്മീയ സാക്ഷാത്കാരം അല്ലെങ്കിൽ കൃഷ്ണബോധ പ്രവർത്തനങ്ങൾ, അതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ശ്രേയസ് നമുക്ക് തരുന്നത്. അത് നമ്മൾ എത്ര ചെയ്താലും നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ ശ്രേയസ് കൂടിക്കൊണ്ടിരിക്കുന്ന തദഗ്രേ വിഷമിമ. തുടക്കത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷേ അത് പരിണാമമാകും. അതിന്റെ പരിണാമം എന്ന് പറഞ്ഞാൽ അമൃത് പോലെ. തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ, കാരണം ഇത് തുടങ്ങാനും അത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ അല്പം ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. പക്ഷേ പരിണാമം എന്ന് പറഞ്ഞാൽ അമൃതോപമം, അമൃതിനെ തുല്യമാണ്. തുടക്കത്തിൽ വിഷമവും അവസാനം അമൃത് പോലെയാകുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പാത, അല്ലെങ്കിൽ കൃഷ്ണബോധ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് ഈശ്വരാബോധ പ്രവർത്തനങ്ങൾ. അതാണ് ആത്യന്തിക ശ്രേയസ്സും ഐശ്വര്യവും അല്ലെങ്കിൽ നമുക്ക് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രേയസ് എന്ന് പറയും, താൽക്കാലികമായിട്ടുള്ള സുഖം. തദഗ്രേ, അതാണ് തുടക്കം എങ്ങനെയായിരിക്കും, അമൃതോപമ. തുടക്കത്തിൽ അമൃത് പോലെയാണ്. നമ്മൾ ഈ 4 കാര്യങ്ങൾ ചെയ്ത് നോക്കാം. നമ്മൾ ഈവൻ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാം, നമ്മൾ അതൊക്കെ അത് നോക്കിയാൽ തുടക്കത്തിൽ വലിയ ആനന്ദമായിരിക്കും. യൂസിങ് ലിക്വിഡ്സ്, അപ്പൊ അത് തുടക്കത്തിലൊക്കെ വളരെ എന്താണ്, ഒരാളെ അബോധാവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു എന്താണ് ടോട്ടലി അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അതാണ് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തദഗ്രേ
അമൃതോപമം. തുടക്കത്തിൽ അമൃത് പോലെയും അതുപോലെ പരിണാമോ വിഷമമോ. അവസാനം അവരെ എല്ലാം വിഷമത്തിൽ കൊണ്ടെത്തിക്കും. നകുന്ന് റെഗുലറായിട്ട് നമ്മൾ ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്ന ഒരാളുടെ സ്ഥിതി എന്താണ്? റെഗുലറായിട്ട് ഇൻടോക്സിക്കേഷൻ ചെയ്യുന്ന ഒരാളുടെ അവസാനം എന്തായിരിക്കും? ആർക്കും ഒരു സംശയം അക്കാര്യത്തിൽ കാണുന്നത് എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്, ഇല്ലേ? അതെല്ലാം പരിണാമം. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇല്ലിസിറ്റി സെക്സ് ചെയ്യുന്ന ഒരാളുടെ കാര്യം എന്തായിരിക്കും? പരിണാമം എന്തായിരിക്കും? വിഷമം. അതെല്ലാം വിഷമത്തിൽ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ്ലി ഈറ്റിംഗ് മീറ്റ് അങ്ങനെ ചെയ്യുന്നവരുടെ എന്തായിരിക്കും? അവർക്ക് എന്തെല്ലാം രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. പരിണാമോ വിഷമമോ. അതുപോലെ തന്നെ ഈ ഗാംബ്ലിംഗ്, കോൺസ്റ്റന്റ്ലി യൂസിങ് ഗാംബ്ലിംഗ്, വാട്ട് ഹാൽ ഹാപ്പൻ? സോ പരിണാമോ വിഷമമോ. അപ്പൊ എല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണല്ലോ, അല്ലെങ്കിൽ പ്രേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് ടെമ്പററി ആൻഡ് ആൾസോ കോസ് ടു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പൊ അതാണ് അതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ, നമ്മുടെ കുട്ടികളെയൊക്കെ ശീലിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതാണ് വളരെ നല്ലത്. അതുകൊണ്ടാണ് പ്രഹ്ലാദ് നാരായൺ പറയുന്നത് എന്താണ്, അതായത് നമ്മള് കൗമാര പ്രാജരി അത് നമ്മൾ ഈവൻ ടെൻഡർ ഏജിൽ തന്നെ, കുട്ടികളായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിത് ആചരിക്കാൻ തുടങ്ങണം. നമ്മുടെ കുട്ടികളെ, മറ്റുള്ള ആൾക്കാരെ നമ്മളിത് പരിശീലിപ്പിക്കാൻ ശ്രമിക്കണം. കാരണം കുട്ടികളുടെ മനസ്സ് വളരെ പരിശുദ്ധമാണ്. അവർ വളരെ എനർജറ്റിക്കാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അവർക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും. അതുകൊണ്ടാണ് കൃഷ്ണബോധ പ്രവർത്തനങ്ങളിൽ ചിൽഡ്രൻ, നമ്മൾ അവിടെ ഗൾഫിലൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ കൃഷ്ണ ക്ലബ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കുട്ടികളെ ഈ രീതിയിലേക്ക് അവർക്ക് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ അവരെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് പരിശീലനം കൊടുക്കും. അപ്പൊ കുട്ടികളൊക്കെ നമ്മുടെ നല്ല നല്ല പ്രോഗ്രാമുകളാണ് അവർ ചെയ്യുന്നത്. കീർത്തനങ്ങളായാലും ശരി, അതുപോലെ തന്നെ പ്രഭാഷണങ്ങളായാലും ശരി, അവർക്കെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവർ വളരെ എന്തൂസിയാസ്റ്റിക്കലാണ്. നമ്മുടെ അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ, നമ്മുടെ മസ്കറ്റിലുള്ള എല്ലാ സ്ഥലങ്ങളിലും കൃഷ്ണബോധം പ്രചരിപ്പിച്ചു. അതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത്. മസ്കറ്റില് കൃഷ്ണബോധം തുടക്കത്തിൽ 10-20 പേരെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൃഷ്ണബോധം മസ്കറ്റിലുള്ള ഓരോ മുക്കിലും മൂലയിലും ഞങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തുള്ള ദുബൈയിലായാലും ശരി, അതുപോലെ തന്നെ ബഹറിലായാലും ശരി, കുവൈറ്റിലായാലും ശരി, അതുപോലെ തന്നെ അബുദാബിയിലായാലും ശരി. അബുദാബി ഇപ്പം ക്ഷേത്രം തന്നെ വന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അതാണ് നമ്മൾ പറയുന്നത്. അവിടെയുള്ള ആൾക്കാർ പോലും അവിടുത്തെ രാജാക്കന്മാർ പോലും വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അപ്പൊ ആ രീതിയിൽ നമ്മളിത് പരോപകാരം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് കാട്ടിക്കൊടുക്കണം. അത് ഓരോ ഭക്തന്റെ ചുമതലയാണ്. അതിനുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഭാരതത്തിലുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞ എന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കിട്ടിയ ഈ ബൂൺ നമുക്കിതൊരു ഒരു ഭാഗ്യമാണ്. ഇത് നമ്മൾ ശരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കുക, അതിന് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. അതാണ് ശരിക്കും പരോപകാരം എന്ന് പറയുന്നത്. ശരിക്കുള്ള
സോറി, അത് ഡിസ്കണക്ട് ആയതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ധനവും എല്ലാം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, ഇതാണ് ഏറ്റവും വലിയ ഹ്യൂമൻ എന്താണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതാണ് ശരിക്കും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ധർമ്മം. ഈ കൃഷ്ണബോധനം നമ്മൾ അത് ഉൾക്കൊള്ളുക, ആദ്യം നമ്മൾ ഉൾക്കൊള്ളുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ശ്രീമദ് ഭാഗവത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ അതായത് നമ്മൾ ഈ ഭഗവാന്റെ ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ പാത മറ്റുള്ളവർക്കും അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു നമുക്കത് അദ്ദേഹം സ്വയം അവതരിച്ച് ഇതൊക്കെ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. അദ്ദേഹം ഭാരതത്തിന്റെ മാത്രമല്ല മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും ക്ഷേമ ഐശ്വര്യമാണ് അദ്ദേഹം കാംക്ഷിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പോകുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സേനാധിപതിയായിരിക്കും. ഐ വിൽ സെൻഡ് മൈ സൂപ്പറിൻറ്റൻഡന്റ്. സോ ദാറ്റ് സൂപ്പറിൻറ്റൻഡന്റ് ഈസ് Jagadguru Srila Prabhupada. So after that he sent his superintendent, that is Sakshal Prabhupada. So അദ്ദേഹം ഇവിടെ അവതരിച്ചു. അതിനുശേഷം ഇത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം പാശ്ചാത്യ രാജ്യത്തിലൊക്കെ പ്രചരിപ്പിച്ചു. ഇപ്പൊ ലോകത്തിന്റെ എല്ലാം ഏകദേശം ഒരു 80-90-100 ഭാഷകളിലേക്ക് തന്നെ ഈ സനാതന ധർമ്മം അല്ലെങ്കിൽ ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല അവിടെയുള്ള ജനങ്ങളൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. അവര് ഭഗവാന്റെ നാമം ചെല്ലുന്നു. അതുപോലെ കൃഷ്ണബോധ പ്രവർത്തനങ്ങളിൽ അവർക്ക് മുഴുകിയിരിക്കുന്നു. മാത്രമല്ല അവരും നമ്മളെക്കാൾ ശ്രേഷ്ഠമായിട്ട് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കൃഷ്ണബോധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിലും എത്രമാത്രം ഒരു വടവൃക്ഷം പോലാണ് കൃഷ്ണബോധ പ്രവർത്തനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് എക്സാക്ട്ലി ചൈതന്യ മഹാപ്രഭു അന്ന് പ്രഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇന്ന് വളരെ വേഗത്തിൽ റാപ്പിഡായിട്ട് ലോകത്തിലെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിൽ ഭാഗമാകുക. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ചെറിയൊരു സേവനം പോലും നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. ചെറിയൊരു കോൺട്രിബ്യൂഷൻ പോലും ഈ മഹാസംരംഭത്തിന്റെ ഒരു വൻ വിജയമായി. എല്ലാവരും ഇത് നമ്മളൊരു ഒരു ആപ്തവാക്യമായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എടുത്ത് നമ്മളത് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞങ്ങൾ തന്നെ മസ്കറ്റിൽ നിന്ന് തിരിച്ചു വന്നു. ഇപ്പൊ നമ്മൾ കേരളത്തിൽ സെറ്റിലായി. ഞങ്ങളും ഇത് ഞങ്ങളാൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് അടുത്തുള്ള ക്ഷേത്രങ്ങളിലായാലും വീടുകളിലും ഒക്കെ വെച്ച് നമ്മളിത് ഓൺലൈനിലും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ പരോപകാരം. നമ്മുടെ ഗുരുവും അതുപോലെ തന്നെ നമ്മുടെ ആചാര്യന്മാരോട് ഒക്കെ അവരുടെ കാരുണ്യം കൊണ്ട് അതൊക്കെ നന്നായിട്ട് പോകുന്നു. അത് കൂടുതൽ നന്നായിട്ട് പോകാനും ഒക്കെ പ്രാർത്ഥിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിന് വേണ്ടി ഓരോ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇത് നമ്മുടെ ഒരു ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ കൂട്ട് കാരുണ്യ അവതാരം വരെ ഉണ്ടായിട്ടില്ല. നമോ മഹാവധന്യായ കൃഷ്ണപ്രേമ പ്രധാനം. അദ്ദേഹത്തിനെ പോലെ കൃഷ്ണപ്രേമം വാരിക്കോരി ചൊരിഞ്ഞ ഒരു അവതാരം ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ ബെഗ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ സംരംഭവും വളരെ സക്സസ് ആവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണെന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം 43. പ്രാണിനാം ഉപകാരായ യദേവേഹ പരത്ര ച കർമ്മണാ മനസാ വാചാ തദേവാമതിമാൻ ഭജേത്. പ്രാണിനാം ഉപകാരായ യദേവേഹ പരത്ര ച കർമ്മണാ മനസാ വാചാ തദേവാമതിമാൻ ഭജേത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇതിന്റെ മഹത്വം മനസ്സിലായി ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ കർമ്മം കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും എല്ലാ ജീവസത്വങ്ങൾക്കും ഈ ജീവിതത്തിലും അടുത്ത ജീവിതത്തിലും പ്രയോജനമായ പ്രവൃത്തികൾ ചെയ്യണം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടാനില്ല.
അല്ലെങ്കിൽ ഇത്രയും മംഗളകരമായിട്ടുള്ള ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ അവസരം കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് യുനാനിമസ്ലി എല്ലാവരും ഇത് ഒരുപോലെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയത് ഏറ്റെടുക്കുക. നമ്മുടെ ബുദ്ധി കൊണ്ടും എന്താണ് കർമ്മം കൊണ്ടും അതുപോലെ തന്നെ വിചാരങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ മറ്റുള്ള ജീവസത്തുക്കൾക്കും അത് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളത് ചെയ്യുക എന്നാണ്. മനസ്സാ വാച കർമ്മം, നമ്മുടെ മനസ്സും ബുദ്ധിയും വാക്കുകളും ശരീരം കൊണ്ടും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. സേവോന്മുഹതി ജുഹതി സ്വയമേവാസ്ഫുരത്തെ. അങ്ങനെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും അങ്ങനെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ അതാ മനസ്സാ വാച കർമ്മണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഇത് വളരെ പെട്ടെന്ന് ഇത് അതില് എന്താണ് നമുക്ക് ആ പൂർണ്ണ അവസ്ഥയിൽ പ്രാപിക്കാനും മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കും. അതാണ് ഇന്നത് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവർക്കും അറിയാം ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ എന്താ നടക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല, ഒരു മനുഷ്യർക്കും അറിയില്ല. കഴിഞ്ഞ ജന്മത്തിൽ എന്താണ് നടന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നത് തന്നെ നമുക്ക് എത്ര പേർക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ജന്മത്തിൽ നമ്മൾ പറയേണ്ട കാര്യം. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനാണ്. വേദാഹം സമതീതാനി വർത്തമാനീച്ച അർജുന ഭവിഷ്യാനീച്ച ഭൂതാനി മാന്തു വേദന കച്ചൻ. നമുക്ക് ഭഗവാനാണെങ്കിൽ ഇതെല്ലാം അറിയാം. സകല ചരാചരങ്ങളുടെയും വർത്തമാനവും ഭൂതവും ഭാവിയും എല്ലാം അദ്ദേഹത്തിനാണ്. വേദാഹം സമതീതാനി വർത്തമാനീച്ച അർജുന. നമ്മുടെ വർത്തമാനം നമ്മളിപ്പൊ ചെയ്യുന്ന കാര്യങ്ങളും ഭവിഷ്യാനീച്ച ഭൂതാനി കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യവും ഇനി ഭവിഷ്യം വരുന്ന ജന്മത്തിൽ എന്താണ് ചെയ്യുന്നത് ഒക്കെ ഭഗവാന് അറിയാം. കാരണം കർമ്മണ ദൈവ നേത്രേ. നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഭഗവാൻ നമുക്ക് ഓരോ ജന്മങ്ങൾ തരുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം അറിയാം. അത് നിങ്ങൾ എന്താണ് മഹാഭാരതം അതിലെ കഥകൾ കേട്ടാൽ നിങ്ങൾക്കെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോരുത്തരുടെയും പൂർവ്വചരിത്രമൊക്കെ ഭഗവാൻ എങ്ങനെ കാണിച്ചു തരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഭഗവാൻ എല്ലാം അറിയാം അല്ലേ. നമ്മൾ അതായത് ദുര്യോധനും ഭീഷ്മനുമുള്ള യുദ്ധം, അതുപോലെ തന്നെ ജരാസന്ധനുമുള്ള യുദ്ധത്തിലൊക്കെ ഭഗവാൻ എങ്ങനെയാണ് അവരെയൊക്കെ വധിക്കാനുള്ള അവരുടെ പൂർവ്വചരിത്രമൊക്കെ ഭഗവാൻ അറിയാവുന്നതുകൊണ്ടാണ് അവരെ ഏതെല്ലാം രീതിയിലാണ് അവരെ വധിക്കാൻ അവർക്ക് സാധിക്കുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു അല്ലേ. അതാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? ഭഗവാൻ ഇതെല്ലാം അറിയാം. വേദാഹം സമതിദാനി വർത്തമാനീച്ച അർജുന ഭവിഷ്യാനീച്ച ഭൂതാനി മാന്തു വേദന. പക്ഷേ നമ്മൾ ആരും ഭഗവാനെ അറിയുന്നില്ല. ഭഗവാൻ എല്ലാവരെയും അറിയാം, എല്ലാവരുടെയും പ്രവൃത്തികൾ അറിയാം, ഭൂതവും ഭാവിയും ഭവിഷ്യവും എല്ലാം അറിയാം. പക്ഷേ നമ്മൾ ആരും ഭഗവാനെ അറിയുന്നില്ല. അതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. യാ ഇതം പരമം ഗൂഹ്യം. അത് അങ്ങോട്ട് ചെന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളൊരു പ്രവാദം പറയുന്ന നമ്മളൊരു സമുദ്രത്തിന്റെ തീരത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഭഗവാൻ സമുദ്രത്തിന്റെ ആഴം എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. സമുദ്രത്തിന്റെ ആഴം അല്ലെ അതിന്റെ അഗാധത എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ആ സമുദ്രത്തിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങുമ്പോഴാണ് അതിന്റെ അഗാധത നമ്മൾ മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമ്മൾ ഈ രീതിയിൽ ദൂരെ നിന്നുകൊണ്ട് കാണാനും പഠിക്കാനും ശ്രമിച്ചാൽ നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാകത്തില്ല. അതിനുവേണ്ടി നമ്മൾ സേവോന്മുഹതി ജുഹതി സ്വയമേവാസ്ഫുരത്തെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനെ സേവിക്കണം, ഭഗവാന്റെ നാമം ചെല്ലണം, ഭഗവത് ഭക്തസംഘം വേണം. അതുപോലെ തന്നെ നമ്മൾ ഭൗഗീത ഭാഗവതം അങ്ങനെയുള്ള ഭഗവത് ശാസ്ത്രങ്ങൾ പഠിക്കണം, അത് ഗുരുവിൽ നിന്ന് പഠിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവാൻ തന്നെ ഹെൽപ്പ് ചെയ്യും. തേഷാം സതതയുക്താനാം ഭജിതാം പ്രീതിപൂർവ്വം. അങ്ങനെയുള്ള രീതിയിൽ ഭഗവാനെ അറിയാൻ ശ്രമിക്കുമ്പോൾ, ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ തന്നെ നമ്മളെ രക്ഷിക്കും. ഭഗവാന്റെ പ്രതിനിധികളെ വിട്ട് നമ്മളെ രക്ഷിക്കും. അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിൽ നമുക്ക് പരിപൂർണം നേടാനുള്ള ഭാഗ്യമുണ്ട്. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ തൻ്റെ പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും ഒക്കെ പരോപകാരം, ജനക്ഷേമത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതാണ് ഏറ്റവും ശ്രേയസ്സായിട്ടുള്ള കാര്യം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രഭാത ഭഗവത്ഗീതയിലെ 9.25 ഒരു ശ്ലോകം പറഞ്ഞു. യാന്തി ദേവ വൃതാദേവൻ വൃതാ യാന്തി വൃതാവൃത
ഭൂതാനി യാന്തി ഭൂതേച്ച യാന്തി യത് യോജിനോ അഭിമാനം. അതായത് ദേവന്മാരെ ആശ്രയിക്കുന്നവർ ദേവന്മാരുടെ ലോകത്തിലേക്ക് പോകുന്നു, പൃഥുക്കന്മാരെ പൂജിക്കുന്നവർ പൃഥുലോകത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഭൂതപ്രേത പിശാചികളെ ആരാധിക്കുന്ന അവരുടെ രാജ്യത്തേക്ക് പോകുന്നു. പക്ഷെ മത്ഭക്ത യാതി എന്നെ പൂജിക്കുന്നവര്, എന്നെ സേവിക്കുന്നവർ എൻ്റെ രാജ്യത്തിലേക്കും പരമോന്നതമായിട്ടുള്ള ധാമത്തിലേക്കും വരുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനോടൊപ്പം ജീവിക്കും. ഭഗവത്ഗീതയില ഭഗവാൻ പറഞ്ഞതാണ്. അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭക്താനാം അവിജാനാതി യാവാൻ തസ്മാസ്മി തത്വതഃ തത്തതോ ജ്ഞാത വിശദേ തദനന്ത. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കൂ. ആ ഭക്തിയിൽ പരിപൂർണത നേടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ സാമ്രാജ്യത്തിലേക്ക് വരാനുള്ള യോഗ്യത നേടുന്നു എന്നാണ്. അതാണ് എക്സാക്ട്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഭഗവത്ഗീതയിൽ ആദ്യത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ഏവം പരമ്പര പ്രാപ്തം എന്നൊക്കെ പറഞ്ഞ അതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയെന്ന് പറയുന്ന ഒരു ഗുരുവിൽ കൂടിയാണ്, അദ്ദേഹത്തിന്റെ ഭഗവാന്റെ പ്രതിനിധിയിൽ കൂടിയാണ് നമ്മൾ സാക്ഷാത്കരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൃഷ്ണാബോധ പ്രവർത്തനം സീരിയസ് ആയിട്ട് എടുക്കുക. നമ്മളൊരു ആത്മീയ ഗുരുവിനെ, പരമ്പരയിൽപ്പെട്ട ഒരു ഗുരുവിൽ നിന്നും അതിന്റെ ശിക്ഷണം സ്വീകരിച്ച് കൃഷ്ണാബോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഈ പറയുന്നതിൻ്റെ എല്ലാം കാര്യം. നമ്മൾ കൃഷ്ണാബോധത്തിൽ നിരതരാകുക മാത്രമല്ല മറ്റുള്ളവരെ നിരതരാക്കുക. ഇക്കാര്യങ്ങൾ അതാണ് ശരിക്കുള്ള പരോപകാരം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഭാരതഭൂമിയിലുണ്ട്. കാരണം തേഷാം ഭരതോ വേ ജ്യേഷ്ഠ. ഈ ഭാരതഭൂമി എന്നുള്ള പേര് തന്നെ വന്ന എന്തുകൊണ്ടാണ്? കാരണം തേഷാം വേ ഭരതോ ജ്യേഷ്ഠ, ഭരതൻ എന്ന പേരുള്ള, അതായത് നമ്മുടെ ഋഷദേവന്റെ മൂത്ത പുത്രനാണ്. 100 പുത്രന്മാരുണ്ടായിരുന്നു. അവരെല്ലാം പരമഭക്തർ. ഈ പറഞ്ഞ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ ഉയർന്ന വ്യക്തികളായിരുന്നു. 100 പുത്രന്മാർ. അതിലേറ്റവും ജ്യേഷ്ഠനായിട്ടുള്ള പുത്രനായിരുന്നു ഭരതൻ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ നാരായണ പരായണ. ഈ ഭരതൻ എന്തായിരുന്നു? സകല സമയം നാരായണ പരായണ, ഭഗവാൻ നാരായണന്റെ കാര്യങ്ങൾ പറഞ്ഞു പാരായണം ചെയ്ത വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉത്കൃഷ്ട ഭക്തനായിരുന്നു. സാവേ, അതുകൊണ്ട് അങ്ങനെ തേഷാം ഓ ഭരതോ ജ്യേഷ്ഠ. ഋഷദേവന്റെ ഏറ്റവും മൂത്ത പുത്രൻ, ജ്യേഷ്ഠപുത്രൻ ആരായിരുന്നു? ഭരതൻ എന്ന് പേരുന്നുള്ള ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? നാരായണ പരായണ, എപ്പോഴും ഭഗവാൻ നാരായണന്റെ കാര്യങ്ങൾ പാരായണം ചെയ്തു കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്താ വിഖ്യാതം വർഷം ഏതത് എന്നാത്മന ഭരത അത്ഭുതം. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് കൊണ്ടാണ് ഋഷദേവന്റെ 100 പുത്രന്മാരിൽ ജ്യേഷ്ഠനായിട്ടുള്ള പുത്രനായിരുന്നു ഭരതമഹാരാജ്. ആ ഭരതമഹാരാജിന്റെ ഭക്തി കൊണ്ടാണ് ഈ ലോകം ഭാരതവർഷം എന്നുള്ള പേര് കിട്ടിയത് തന്നെ. ഈ ഭാരതഭൂമിക്ക് ഭാരതവർഷം എന്നുള്ള, ഭാരതം എന്നുള്ള പേര് കിട്ടിയതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഈ അത്ഭുതം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ പരമോന്നതനായിട്ടുള്ള വ്യക്തി ഈ രാജ്യം ഭരിച്ചത് കൊണ്ടാണ്. നാരായണ പരായണ, ഭഗവാൻ നാരായണന്റെ കാര്യങ്ങൾ പാരായണം ചെയ്ത് നടന്ന ആ ഭക്തനായ ഭരത മഹാരാജ് അദ്ദേഹത്തിന്റെ ഭക്തിയുടെ നൈപുണ്യം കൊണ്ടാണ് ഭാരതം എന്നുള്ള പേര് പോലും കിട്ടിയെന്നാണ് പറയുന്നത്. അതാണ് ഭാരതത്തിന്റെ മഹത്വം. ഇങ്ങനെയുള്ള എത്രയോ ഭക്തന്മാർ ജീവിച്ചിരുന്ന ഭൂമിയാണ് ഏത്? ഈ ഭാരതഭൂമി. അതുകൊണ്ടാണ് ഇവിടെ ജന്മം കിട്ടിയ നമ്മൾ എന്താണ് പരോപകാര. നമ്മുടെ കർത്തവ്യം അവര് നമ്മുടെ പൂർവികർ ഫോളോ ചെയ്ത പാത നമ്മളും ഫോളോ ചെയ്യുക. ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുന്നു. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ധർമ്മം ഇത് നമ്മൾ പരോപകാരം എന്ന് പറയുന്നത് കൃഷ്ണബോധം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സമ്മാൻ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമ്മളിത് ഭക്തി, ഈ കൃഷ്ണബോധം നമ്മൾ പ്രചരിപ്പിക്കുക. കാരണം ഇതെന്ന് പറയുന്നത് എന്താണ്? യാവേ ഭഗവതോ പ്രോക്ത. ഈ ഭക്തി എന്ന് പറഞ്ഞത് എന്താണ്? അതെന്ന് പറഞ്ഞത് എന്താണ്? യേവേ ഭഗവതോ പ്രോക്ത ഉപയാഹി ആത്മലബ്ധേ.
ഒരാളുടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞ എന്താണ്? ആജ്ഞസ്വ പുംസാൻ അഭിദൂഷം വിധി ഭാഗവതാൻ ഹിത. സാക്ഷാൽ ഭഗവാൻ ഒരു വിദൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭക്തി ഇല്ലാത്ത ഒരാളിനെ പോലും ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഏത്? ഈ ഭക്തി നമ്മൾ ഭഗവാൻ എന്താണ്? ഭാഗവതാൻ ഹിത. അപ്പൊ നമ്മൾ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത ഇങ്ങനെയുള്ള ആത്മീയ ഗ്രന്ഥങ്ങളെല്ലാം എന്താണ്? ഒരാൾ ഭക്തിയില്ലാത്ത ഒരാളെ പോലും ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളതാണ്. കാരണം ഇതെല്ലാം ഭഗവാൻ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭക്തിയില്ലാത്തവർക്ക് പോലും ഭക്തി ഉണ്ടാകുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. അതാണ് പരോപകാരം. നമ്മൾ അങ്ങനെയുള്ള ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ പാത നമ്മൾ ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുക. ശ്ലോകം 44. മാലി മനുഷ്യ ആമാര നാഹി രാജധാന ഫല ഫുല ദിയാകാരി പുണ്യ ഉപാർജന. മാലി മനുഷ്യ അമാര നാഹി രാജധാന ഫല ഫുല ദിയാകാരി പുണ്യ ഉപാർജന. അതായത് ഞാൻ വെറും ഒരു തോട്ടക്കാരനാണ്. എനിക്കൊരു സാമ്രാജ്യമോ ഭാരിച്ച ധനമോ ഇല്ല. കുറെ ഫലങ്ങളും പുഷ്പങ്ങളും മാത്രമാണ് എനിക്കുള്ളത്. പുണ്യം നേടുന്നതിന് വേണ്ടി അവ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതില് ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? ഞാനൊരു മാലിയാണ്. മാലി എന്ന് പറഞ്ഞ തോട്ടം സംരക്ഷിക്കുന്ന ആളിനാണ് നമ്മൾ മാലി എന്ന് പറഞ്ഞത്. ഗാർഡനർ. ഞാനൊരു ഗാർഡനറാണ് ചൈതന്യ മഹാപ്രഭു എന്നാണ്. മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വലിയ എന്താണ് ധനമൊന്നുമില്ലെന്നാണ് ചൈതന്യ മഹാപ്രഭു ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഞാൻ വലിയ ധനിയനൊന്നുമല്ല, ഞാൻ എന്താണ്? ഒരു തോട്ടക്കാരനാണെന്നാണ് പറയുന്നത്. എനിക്ക് സാമ്രാജ്യമോ ധനമോ ഒന്നും, കുറെ ഫലങ്ങളും പുഷ്പങ്ങളും മാത്രമാണ്. പുണ്യം നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മള് കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്നതിന് വലിയ ധനസമ്പത്തൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം പോലെയാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തന്നെ അതിന്റെ ആമുഖത്തിൽ അതെല്ലാ കാര്യങ്ങളും പറയുന്നത്. ഭക്തിയെ ഒരു വൃക്ഷത്തോടാണ് കമ്പയർ ചെയ്യുന്നത്. അതാണ് ഭക്തി വൃക്ഷ. ഭക്തി വൃക്ഷ. ഭക്തി എന്ന് പറഞ്ഞാൽ വൃക്ഷം പോലെയാണ്. നിങ്ങൾ ചൈതന്യ ചരിതാമൃതം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഫേമസ് ശ്ലോകമാണ്. ഏതാണ്? ബ്രഹ്മിനെ കോന ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണപ്രസാദെ ഭക്തിലത ബീജ. ആ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഈ ഭക്തി എന്ന് പറയുന്നത്, അതായത് ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ഭാഗ്യവാൻ ജീവ. എത്രയോ ആൾക്കാർ ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നുണ്ട്. മനുഷ്യജന്മം കിട്ടുന്ന എത്രയോ കോടാനുകൂടി ആൾക്കാരുണ്ട്. പക്ഷെ അതില് ഗുരുകൃപ, ഗുരു കൃഷ്ണപ്രസാദ്, ഗുരുവിന്റെയും ഭഗവാന്റെയും കാര്യങ്ങളുള്ളവർക്ക് മാത്രമേ ഏതാണ്? ഭക്തിലേത ബീജ. ആ ഭക്തിലേത എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാത കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം. അത് ഭഗവത്ഗീതയിൽ 7-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ മനുഷ്യാനാം സഹസ്രേഷു. ഇതെല്ലാം ശാസ്ത്രങ്ങളിൽ വ്യക്തമായിട്ട് പറയും. 7-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് പറയുന്നു, മനുഷ്യാനാം സഹസ്രേഷു കച്ചിത് യതതി സിദ്ധയെ. മനുഷ്യൻ എന്താണ്? വളരെ ആയിരക്കണക്കിന് ആൾക്കാർ, സഹസ്രത്തിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് ഇത് സിദ്ധി കിട്ടുകയുള്ളൂ, അതിനുള്ള അവസരം കിട്ടും. ഇത് ചൈതന്യ ചരിതാമൃതത്തിലും എന്താണ് പറയുന്നത്? ബ്രഹ്മിനെ കോന ഭാഗ്യവാൻ ജീവ. ഇപ്പൊ ബ്രഹ്മാണ്ടത്തിൽ എത്രയോ മനുഷ്യരാണ്, ജീവജാലങ്ങളാണ് ഭ്രമിച്ച് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഗുരു കൃഷ്ണപ്രസാദ്, ഗുരുവിന്റെയും ഭഗവാന്റെയും കാര്യങ്ങളുള്ളവർക്ക് മാത്രമേ എന്താണ്? ഭക്തി ലത ബീജ. ഭക്തി എന്ന ലത അത് ആരുടെ ഉള്ളിലാണ് ജനിക്കുന്നത്, അല്ലെ ആരുടെ ഉള്ളിലാണ് വളരുന്നത്? ഭക്തന്മാരുടെ ഹൃദയത്തിലാണ്. അത് ഗുരുവിന്റെയും ഭഗവാന്റെയും പ്രത്യേക കാര്യങ്ങളുള്ള വ്യക്തികളുടെ ഹൃദയത്തിലാണ് ഈ ഭക്തിലത വളരുന്നത്. അപ്പൊ അതാണ് ഭക്തിയുടെ മഹത്വം, ആത്മസാക്ഷാത്കാരത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞത്. അതിൽ അപൂർവരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് കൃഷ്ണാബോധ പ്രവർത്തനം, ആത്മസാക്ഷാത്കാരത്തിന്റെ പാത എന്നൊക്കെ പറയുന്നത്.
അതിനുവേണ്ടി നമ്മൾ വേദേഷു യജ്ഞിച്ചു തപസ് ചെയ്യുക. അത് എത്രയോ വേദങ്ങൾ പഠനവും അതുപോലെ തന്നെ വേദേഷു യജ്ഞിച്ചു എത്രയോ തപസ്സുകൾ ചെയ്യാൻ അതിനൊക്കെ കഴിഞ്ഞായിരിക്കും ഇത് കിട്ടുന്നത്. വേദേഷു യജ്ഞിച്ചു തപസ് ചെയ്യുക, എത്രയോ തപസ്സുകൾ ചെയ്യണം, എത്രയോ വേദപഠനം, അതുപോലെ തന്നെ എത്രയോ യജ്ഞങ്ങൾ ചെയ്തതിന് ശേഷമാണ് എന്താണ് യത് പുണ്യഫലം പ്രതിഷ്ഠം, എത്രയോ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും എന്താണ് നമുക്ക് ഈ ഒരു ഭാഗ്യം സിദ്ധിക്കണമെങ്കിൽ ഇത്രയോ കാര്യങ്ങൾ ചെയ്യണം. അതാണ് വേദേഷു യജ്ഞേഷു തപസ് ചെയ്യുക, യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്. ഹരേ കൃഷ്ണ. പ്രഭുവിന് എന്തോ നെറ്റ് ഇഷ്യൂ ആയിട്ട് ലെഫ്റ്റ് ആയി. പ്രഭു റീജോയിൻ ചെയ്യും, നമുക്ക് വെയിറ്റ് ചെയ്യാം. വീണ്ടും കട്ടായി, അതാണ് റീകണക്ട് ചെയ്താണ്. അപ്പൊ ഇത് നമ്മൾ എത്രയോ പുണ്യഫലപ്രദ യജ്ഞങ്ങളും തപശ്ചര്യകളും ഒക്കെ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇതിനുള്ള ഭാഗ്യം കിട്ടത്തുള്ളൂ. അതാണ് ഗുരുകൃഷ്ണ പ്രസാദ് ഭക്തിലത വിദ്യ. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് കൃഷ്ണാഭൂത പ്രവർത്തനം കിട്ടുക എന്ന് പറഞ്ഞാൽ അനേക പുണ്യകർമ്മങ്ങളുടെയും അതുപോലെ തന്നെ തപശ്ചര്യകളുടെ ഒക്കെ ഫലമായിട്ടാണ് നമുക്കത് കിട്ടുന്നത്. അങ്ങനെ ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുക. അതാണ് പരോപകാരം എന്ന് പറയുന്നത്. അതിൽ എഗെയിൻ ഇതിൽ അത് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്ത ഭഗവാൻ തന്നെ പറയാണ്, ഈ വൃക്ഷത്തിന്റെ തോട്ടക്കാരനാണ് ഞാൻ, അതിനെ പരിചരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഡ്യൂട്ടി. എൻ്റെ വലിയ സമ്പത്തൊന്നുമില്ല, പക്ഷെ ഈ ഫലങ്ങളെ കാത്തു രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എന്താണ്. കാരണം ഒരു വൃക്ഷം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് നമുക്ക് എന്താഗ്രഹിക്കുന്നത് തരുന്നു അല്ലേ. ഒന്നും അല്ലെങ്കിൽ നമ്മൾ ചൂട് സമയത്താണെങ്കിൽ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ പോയി തന്നെ നമുക്ക് എത്രയോ കുളിർമയാണത് തരുന്നത്. അപ്പൊ വൃക്ഷം നമുക്ക് എപ്പോഴും അതിനെന്താണ് നമ്മുടെ ക്ഷേമ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലയോ. അതിലൊരു ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നാൽ നമുക്ക് ഫലം കിട്ടും. നമുക്കറിയാം എത്രയോ വൃക്ഷങ്ങൾ നമുക്ക് ഫലം തരുന്നുണ്ട്, അതെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വൃക്ഷം പോലെയാണ് ഭക്തി എന്ന് പറയുന്നത്. അതെപ്പോഴും ഫലങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. അതാണ് ഭഗവാന്റെ ഭക്തന്മാരെ അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരുടെ ക്ഷേമപ്രവർത്തനം, ആരെ കണ്ടു കഴിഞ്ഞാലും കൃഷ്ണാബോധത്തിലേക്ക് അവരെ ക്ഷണിക്കുക, അവർക്ക് പ്രസാദം കൊടുക്കുക, അവരെ കൊണ്ട് നാമം ചിന്തിക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഭക്തൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അവരറിയാതെ തന്നെ അവരുടെ ആ മുക്തിമാർഗത്തിലേക്ക്, നിവർത്തി മാർഗത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിന്റെ സാഫല്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിൽ എടുത്ത് പറയുന്നത്. അപ്പൊ അതാണ് ഭഗവാൻ പോലും അതാണ് പറഞ്ഞത്, പത്രം പുഷ്പം ഫലം തോയം ത്വമേ ഭക്തിയ പ്രവർത്തക. അതുകൊണ്ട് നിങ്ങളൊരു പൂവോ ഒരു ഫലമോ അല്പം ജലമോ ഭക്തിയോടുകൂടി നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. ഇതെല്ലാം വൃക്ഷത്തിൽ ഉണ്ടാകുന്നതാണ് അല്ലേ. പത്രം പുഷ്പം ഫലം. പത്രം ഒരു തുളസി ദളം, ഒരു ചെടിയുടെ ദളമാണ്. പുഷ്പം അതും ചെടിയുടെ പുഷ്പമാണ്, പൂവാണ്. പത്രം പുഷ്പം ഫലം എത്രയോ മാമ്പഴമുണ്ട്, അതുപോലെ തന്നെ വാഴപ്പഴമുണ്ട്, അതുപോലെ തന്നെ എത്രയോ ഫലങ്ങളുണ്ട്, ആപ്പിളുണ്ട്, എത്രയോ നമുക്ക് അതുണ്ട്, എന്താണ് ആപ്പിളുണ്ട്, അതുപോലെ തന്നെ പേരയ്ക്കയുണ്ട്, എത്രയോ വെറൈറ്റീസ് ഉള്ള ഫലങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ആ വൃക്ഷങ്ങൾ തരികയാണ്. ചിലവർ അതിനെ അതിനെ ഫലങ്ങൾ സ്വീകരിക്കുന്നു. മാത്രമല്ല ചില ആൾക്കാർ അതിന്റെ ശാഖകൾ മുറിച്ച് അവർക്ക് ഉപയോഗിക്കുന്നു, അതിന്റെ തടി തന്നെ ഉപയോഗിക്കുന്നു, അതിനെ മൊത്തം നശിപ്പിച്ച് അവരുടെ വീടുകൾ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ വൃക്ഷം ഒന്നും പ്രതികരിക്കുന്നു ഇല്ല, അത് എപ്പോഴും അതിനെ സേവിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ഭക്തനും അതുപോലെ തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ സേവനത്തിൽ നിരതരാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഏറ്റവും വലിയ കാരണം. അവർ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ഷേമ പ്രവർത്തനം, കൃഷ്ണബോധ പ്രചരണം,
കൃഷ്ണഭക്തി നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ക്ഷേമം. ദാറ്റ് ഇസ് ദ മോസ്റ്റ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, ഈ 44-ാമത്തെ ശ്ലോകത്തിൽ. സമയമായതുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 44-ാമത്തെ ശ്ലോകം എടുത്ത് കേട്ടോ, 9-ാമത്തെ അധ്യായം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഹരിബോൾ. വേണ്ട വർത്തമാനം. ഓക്കെ. ഹരേ കൃഷ്ണ. പ്രഭു ലെഫ്റ്റ് ആയി തോന്നുന്നു. പ്രഭു ലെഫ്റ്റ് ആയി. നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. പ്രഭു ലെഫ്റ്റ് ആയി. ക്ലോസ് ചെയ്യാം.